മുത്താണ് പാപ്പൻ സ്വത്താണി പാപ്പൻ മുത്താണ് പാപ്പൻ സ്വത്താണ് പാപ്പൻ ഷാജി മസ്തൻ സലാം വെക്കും വീരൻ പാപ്പൻ ഷാജി പാപ്പൻ എന്തെന്നാണ് ഞാനീ പാടുന്നത്. നമ്മുടെ ഷാജി പാപ്പനെ കണ്ടിട്ടുള്ള വരവാണ്. ആട് 3 കണ്ടിട്ടുള്ള വരവാണ്. എന്താണ് എൻ്റെ അഭിപ്രായം? ആട് 3 1 ലാസ്റ്റ് റൈഡ് പാർട്ട് 1 എൻ്റെ അമ്മോ അതും കണ്ടിട്ടുള്ള വരവാണ്. എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി? പഴയ കാലം പുതിയ കാലമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായിരുന്നു അതിനകത്ത്? ടൈം ട്രാവൽ ഉണ്ടോ? അതിനകത്ത് എങ്ങനെയാണ് ഓരോരുത്തർ അഭിനയിച്ചിരിക്കുന്നത്? എല്ലാവരും ഉണ്ടോ? എന്താണ് കഥ? കോമഡി ഉണ്ടോ? ചിരിക്കാൻ പറ്റുമോ? അതോ പൊട്ടിപ്പാളീസായോ? എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആട് 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വെക്കേഷന് കുട്ടികളുമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന പടം, നിങ്ങൾക്ക് കൂട്ടുകാരും ഒത്ത് പോയി കാണാൻ പറ്റുന്ന പടം, കോളേജിൽ എല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് നല്ല രീതിയിൽ തിയേറ്ററിൽ പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. സത്യമായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ആ നെഗറ്റീവ്സ് വിരലിലെണ്ണാവുന്നേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ അടിപൊളി പടം. എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു പടത്തിനകത്ത് ഈ ഒരു ടൈം ട്രാവലോ അല്ലെങ്കിൽ എന്തൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഷാജി പാപ്പാനെയും കൂട്ടരെയും കൂടെ ഇതിനകത്ത് കൊണ്ട് ഇടാൻ പറ്റുന്നുണ്ട്. അതിനകത്തൊരു കോമഡി എലമെൻറ്റും കൂടെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. ആൾക്കാരെ ഇരുത്തി ചിരിപ്പിക്കണം. മലയാളം കോമഡി ഫിലിമാണ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇച്ചിരി പ്രയാസമാണ് അല്ലേ. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു വിജയമാണ് ഈ പടം. ആ ഒരു രീതിയിൽ ഒരു വിജയം തന്നെയാണ്. കാര്യം ഞാനിത് കണ്ട് മൊത്തത്തിൽ ചിരിച്ചിട്ടുണ്ട്. കുറച്ച് ചളി അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ തുടക്കം തൊട്ട് അവസാനം വരെ ചിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് നമ്മുടെ ആട് 3 പാർട്ട് 1. കാര്യം ഈ സിനിമയുടെ അവസാന ഭാഗത്ത് അത്രയും എലമെൻറ്റുകൾ കൊണ്ട് അവർ വെച്ചിട്ടുണ്ട് നിർത്തിയിട്ട്. അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്ന തന്നെ കുറേ എലമെൻറ്റ് വെച്ചിട്ടാണ്. അതായത് നമുക്ക് പാർട്ട് 2 എന്ത് സംഭവിക്കും, അതിനകത്ത് കുറേ കാര്യങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരവായിട്ടാണ് ഇത് പാർട്ട് 2 വരാൻ പോകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ പടം തുടങ്ങണത് തന്നെ സത്യം പറഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് പടം കത്തി കയറാൻ തുടങ്ങുന്ന ഒരു പടമാണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് ഇത് തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം തന്നെ ഈ കഥ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റബിൾ. കാര്യം ആട് 1 ആട് 2 അതിനകത്തൊക്കെ ഒരു ഫാക്ടറുണ്ട്. ആ സംഭവം ഇതിനകത്തും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ആട് 2 പോലെ ആട് 1 പോലെയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഇതിനകത്ത് കുറച്ച് സയൻസും കൂടെ കുത്തിച്ചിരിക്കിയിട്ടുണ്ട്. അതായത് ഇതിനകത്ത് കുറച്ച് സയൻസ് എന്ന് പറഞ്ഞാൽ ടൈം ട്രാവൽ പോലത്തെ സംഭവം ഇതിനകത്തുണ്ട്. മൂന്ന് സോണിലാണ് ഈ പടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഫ്യൂച്ചർ, പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഒന്ന് നമ്മുടെ പഴയ കാലം നടന്നുകൊണ്ടിരിക്കുന്ന കാലം, ഫ്യൂച്ചർ. ഈ രീതിയിലാണ് ഈ പടം കാണുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും അതിനെ വേണമെങ്കിൽ ഇത് ചളമാവുമായിരുന്നു, അല്ലെങ്കിൽ കുളമാവുമായിരുന്നു. പക്ഷെ അതിനെ നല്ല രീതിയിൽ തന്നെ അത് ക്യാരി ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ കേട്ടോ. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയത് കുറച്ച് ലാഗായിട്ടാണ്. കാര്യം ഇതിൻ്റെ എല്ലാവരുടെയും ഇൻട്രോ വരുന്നു, ഓരോരുത്തരുടെയും ഇൻട്രോ, പിന്നെ പഴയ കാലമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഈശ്വര ഈ പടം എങ്ങോട്ടാണ് ഈ പോണത്, എന്താവും എന്നുള്ള രീതിയിലുള്ളൊരു ലാഗ് വരും. പക്ഷേ സെക്കൻഡ് ഹാഫ് തൊട്ട് പടം പിടിക്കും. ആദ്യത്തെ എല്ലാവരുടെയും ഇൻട്രോകളാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാത്താൻ സേവിയറിൻ്റെ ഇൻട്രോ ആണ്. എല്ലാവർക്കും ഇൻട്രോ ഉണ്ട്. നമ്മുടെ ഷാജി പാപ്പൻ്റെ ഇൻട്രോ, ഡ്യൂഡിൻ്റെ ഇൻട്രോ, സർബത്ത് ഷമീറിൻ്റെ ഇൻട്രോ, അതെല്ലാം കൂടെ അടങ്ങിയതാണ് ഈ ഫസ്റ്റ് ഹാഫ്. അതിനകത്ത് നമ്മുടെ സാത്താൻ സേവിയറിൻ്റെ ഇൻട്രോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബൈജു ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ആടിലെ എല്ലാ ക്യാരക്ടേഴ്സും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ബൈജു ഇല്ലായിരുന്നു. എടാ ഷാജി പാപ്പാനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുന്ന നമ്മുടെ ബൈജു ഇതിനകത്ത് ഇല്ല. ബാക്കി എല്ലാവരും ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പഴയ കാലം പാട്ട് 1 ഫസ്റ്റ് ഹാഫിൽ കാണിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഈ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ എഫക്ട്സുകളും എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഈ ഒരു മൂവിക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൽ എനിക്കൊരു കോമഡി സയൻറ്റിഫിക് മൂവി ആയിട്ടൊക്കെ എനിക്ക് ഭയങ്കര സയൻറ്റിഫിക് ഒന്നും അല്ല കേട്ടോ. എന്നാലും ഈ ഷാജി പാപ്പാനെയും ഇവരെയൊക്കെ കൊണ്ട് ഈ ഇതിനകത്ത് കൊണ്ട് ടൈം ട്രാവലൊക്കെ ഇടുമ്പോൾ പ്രത്യേക ഒരു രസമല്ലേ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. പഴയ കാലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ സീരിയസ് ആകുമ്പോഴത്തേക്കും കോമഡി ആവും. ആ രീതിയിലാണ്. പിന്നെ ചില സ്ഥലത്ത് കുറച്ച് ചളികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്ഷമിക്കാം. കാരണം മനസ്സിലായില്ലേ, കുറച്ച് 50 നല്ലതുണ്ടെങ്കിൽ ഒരു 10 ക്ഷമിക്കാമല്ലോ. അങ്ങനെ കുറച്ച് 10 ക്ഷമിച്ചോളൂ. കുറച്ച് ചളി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കുറച്ച് കോമഡികൾ വെറുതെ ഇടുന്നുണ്ട്. അതും നമുക്ക് സഹിക്കാം, കുഴപ്പമില്ല. സഹിക്കാൻ പറ്റുന്നതാണ് കാര്യം. പിന്നെ നമ്മൾ മെയിൻ കഥയിലേക്ക് കയറും. മനസ്സിലായോ? പിന്നെ ഉള്ളത് സെക്കൻഡ് ഹാഫ്. ഇനി സെക്കൻഡ് ഹാഫ് ആ ഒരു ഇൻ്റർവെൽ ഭയങ്കര നമുക്ക് ഇടവേള എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇൻ്റർവേള അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
ഇടവേള കഴിഞ്ഞിട്ടുള്ള സീൻസാണ് നമുക്ക് അയ്യോ ഇതെന്താ സംഭവം, ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നത്, ഇതെന്തോന്നാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലേക്ക്, ഇതെങ്ങനെ ഇവർ കാണിക്കും, ഇതെങ്ങനെ കോമഡി ആക്കും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കഥ അറിയാടാ. കഥ നമുക്ക് ഏകദേശം നമുക്ക് എല്ലാവരും എക്സ്പെക്റ്റഡാ, ഇങ്ങനെ സംഭവിക്കും. പക്ഷേ ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് അവർ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അവർ നമുക്ക് എൻജോയബിൾ ആയിട്ടാണോ ഇത് കാണിക്കുന്നത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഫീൽ ചെയ്ത് അതാണ്. നമുക്കിതറിയാം, ഇതിങ്ങനെ സംഭവിക്കുള്ളൂ, ഇതിപ്പോൾ ഇങ്ങനെ വരും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാര്യം ഇത് ഓൾറെഡി നമുക്ക് ആട് 2 ഒക്കെ നമ്മൾ കണ്ടേനെ. സോ അപ്പം ഇങ്ങനെ വരും, ഇപ്പോൾ ഡ്യൂഡ് ഇങ്ങനെ പൊങ്ങി വരും, ഇങ്ങനെ. പക്ഷെ അവരത് കാണിക്കുന്ന രീതിയൊക്കെ നല്ല രസമുണ്ട്. അതാണ് സെക്കൻഡ് ഹാഫിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനെന്ന് പറയുന്നത് ആ ടൈം ട്രാവലിൻ്റെ ആ ഒരു സംഭവം, ആ ഫേസ് ഓഫ്, ഷാജി പാപ്പൻ്റെയും ഡ്യൂഡിൻ്റെയും ഫേസ് ഓഫ്. അത് നിങ്ങൾ കാണണം കേട്ടോ. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സീക്വൻസ്. ആ ഒരു സംഭവം ഇവരെടുത്ത രീതി നല്ല രസമുണ്ട്. ഞാനൊരു ടീച്ചർ നമുക്കൊരു എന്താണ് സയൻറ്റിഫിക് മൂവി ആയിട്ട് കാണുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയത്. കോമഡി മലയാളം ആ രീതിയിൽ നമുക്ക് കോമഡി ആയിട്ട് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ ഹിന്ദിയിൽ നമ്മൾ ഹോളിവുഡിലൊക്കെ കണ്ടിട്ടുണ്ട്, ബോളിവുഡിലും ഈ ടൈം ട്രാവലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഉണ്ട്, ടൈം ട്രാവൽ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഷാജി പാപ്പാനെയും പിള്ളേരെയും വെച്ചിട്ടും ഡ്യൂഡിനെ വെച്ചിട്ടും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ സീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ സെക്കൻഡ് ഹാഫ്, ആ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൻ്റെ അവസാനമാണ് നമുക്ക് ഇതിന് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നതും. പിന്നെയാണ് നമ്മൾ ഇനി എന്ത് സംഭവിക്കും, അപ്പോഴത്തേക്കും പടം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പടം കഴിഞ്ഞു. ഏകദേശം 3 മണിക്കൂറിന് അടുപ്പിച്ച് പടമുണ്ട്. അപ്പോൾ ഇത് എന്തായി തീരുമയോ, ഇതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും പടം കഴിയും. മനസ്സിലായില്ലേ? പിന്നെ കുറേ ചോദ്യങ്ങളാണ്. അവരെന്ത് ചെയ്തു, ഇവരെങ്ങനെയാണ് വന്നത് എന്നുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് പാർട്ട് 2 കാണാം. ഈ പാർട്ട് 2 ഇവരെങ്ങനെ ഇതുപോലെ പെട്ടെന്ന് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എല്ലാവരും എനിക്ക് ഫീൽ ചെയ്ത കാര്യം എല്ലാവർക്കും ഏജ്ഡായി. അതായത് ആട് 2 നമ്മൾ കണ്ട ഷാജി പാപ്പാനും കൂട്ടരും എല്ലാവരും ഉണ്ടല്ലോ, അവർ ഈ ആട് 3 നമുക്ക് കാണുമ്പോൾ എല്ലാവരും പ്രായമായി. എല്ലാവർക്കും ഏജായി. പ്രായമാവില്ലേ, മനുഷ്യരല്ലേ, പിന്നെ നമുക്ക് എത്ര മണി ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഏജിങ് ആയിട്ടുണ്ട്. അപ്പം ഈ ആട് 3 പാർട്ട് 2 പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് തന്നെ വന്നാലേ ഇതൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വർഷം തന്നെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെ പറയണമെങ്കിൽ ഷാജി പാപ്പൻ, ജയസൂര്യ പറയാനില്ല, ഷാജി പാപ്പൻ ഇല്ലാണ്ട് ഈ പടമില്ല. എന്തായാലും നല്ല സൂപ്പറായിട്ട് ജയസൂര്യ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ധർമ്മജൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ധർമ്മജനെ എത്ര നാളായി കണ്ടിട്ട്, ഇതുപോലത്തുള്ള മൂവീസിലൊക്കെയാണ് ധർമ്മജനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇതിനകത്ത് ഓരോ ക്യാരക്ടറൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനായകൻ, എൻ്റെ പൊന്നോ, വിനായകൻ്റെ കാര്യം പറഞ്ഞാൽ വിനായകനകത്ത് 3 റോള് ചെയ്തിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തല്ല, 3 റോളുണ്ട് വിനായകന്. അപ്പോൾ ആ 3 റോളും 3 രീതിയിൽ തന്നെ വിനായകൻ ചെയ്തിട്ടുണ്ട്. 3 രീതിയിലാണ് വിനായകൻ ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡ്യൂഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്ത് വിനായകൻ്റെ റോളിൽ. ഡ്യൂഡ് ഈ സിനിമ കൊണ്ടുപോയ ആൾ ഡ്യൂഡാണ്. ഇങ്ങനെ ഈ സിനിമേനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഡ്യൂഡാണ്. അപ്പോഴത്തേക്കും പാപ്പം കയറി വരും, അപ്പോഴത്തേക്കും ഡ്യൂഡ് കയറി വരും, അപ്പോൾ പാപ്പം കയറി വരും. ഇങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതേ റോളുകൾ തന്നെ, കഥാപാത്രങ്ങളൊന്നും മാറിയിട്ടില്ല, അവരുടെ നേച്ചറും മാറിയിട്ടില്ല കേട്ടോ. എല്ലാം പഴയത് തന്നെയാണ്. പക്ഷേ വേറെ തന്നെ ഒരു കഥയാണ്, വേറെ തന്നെ ഒരു സോണാണ്. ഇന്ദ്രൻസ് ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിജയ് ബാബു, അതേപോലെ തന്നെ നമ്മുടെ സണ്ണി, സാത്താൻ സേവിയറുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, പുള്ളിക്കാരൻ്റെ പഴയ വേറൊരു ടോണാണ്, സംസാര രീതി വേറൊന്നാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും. അവർ വിചാരിച്ചാൽ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ചെയ്തോ, ക്ലിക്ക് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ സണ്ണി വെയിൻ്റെ ആ ഒരു പഴയകാല ക്യാരക്ടറിൻ്റെ സംഭാഷണം. പിന്നെ ഉള്ളത് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അജു ഉണ്ട്, സിൻഡ്രയുണ്ട്, പേരും കിട്ടില്ല, സിൻഡ്രയുണ്ട്, അവരൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിലാണ് കുറച്ച് പഴയ ഡയലോഗ്സും പഴയ ഇതൊക്കെ പിന്നെയും ഒരു റിപ്പീറ്റ് മോഡൊക്കെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊന്ന് ലാഗ് അടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതെന്തുവാ, പഴയത് തന്നെയാണോ? ഞാൻ വിചാരിച്ചു ഇനി പഴയത് തന്നെ ഇനി റിപ്പീറ്റ് അടിക്കുമെന്ന് വെച്ചാൽ അല്ല, മൂവി വേറെ ലെവലിലാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഴയ ഇത് തന്നെ, പക്ഷെ പുതിയ ഒരു ഇതിൽ സൈജു കുറുപ്പ്, ഭഗത്ത്, ബിജുക്കുട്ടൻ, സുധി, അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്.
പിന്നെ ഒരു ഐറ്റം സോങ് കൊണ്ട് വേദികയാണ് ചെയ്തത്. അത് ഓൾറെഡി നല്ല ഒരു റിവ്യൂ ആണ് പറയുന്നത്. അതിന് പടത്തിലും നല്ല രസമുണ്ട്. പടത്തിനകത്ത് വേറെ സീക്വൻസ് ഒക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു പുതിയ അതിനകത്ത് വന്ന പുതിയൊരു റോളെന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു മദാമയാണ്, ഒരു പുതിയ ആർട്ടിസ്റ്റ്. പുള്ളിക്കാരിയുടെ സ്ക്രീൻ പ്രസൻസ് സൂപ്പറാണ് കേട്ടോ. അലയ ബൗണി എന്നാണ് പുള്ളിക്കാരിയുടെ പേരെന്നാണ് തോന്നുന്നത് കേട്ടോ. പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് സ്ക്രീൻ സ്പേസ് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് നല്ല ഫൈറ്റാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാജി പാപ്പൻ്റെ ലവ് ലൈഫിനൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ആഡഡ് ആയിട്ടുള്ള ഒരാൾ ഫുക്രുവാണ്. ഫുക്രുവിൻ്റെ സീൻസൊക്കെ കുറേ ഉണ്ട്. പക്ഷേ അതിനകത്തൊരു ഫുക്രു ഓക്കെ എന്ന് ഞാൻ പറയാം. വലുതായിട്ട് അങ്ങനെ ഒരു ഈ ഗ്രൂപ്പിലേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, അതിലേക്ക് പോകുന്നില്ല ഈ കഥ. അതേപോലെ ഉണ്ണി പി ദേവ് അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഒരേപോലെയാണ് ഇതിനകത്ത്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ മൂവി എൻജോയ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗാണ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ്. ഞാൻ അവസാനം വരെ ചിരിച്ചു. ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞത് ചില ചളികളൊക്കെ ഉണ്ട്, അത് ഓക്കെയാണ്, അത് നമുക്ക് ക്ഷമിച്ച് കളയാം. ബാക്കിയൊക്കെ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി പാർട്ട് 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും കാണുക. നിങ്ങളുടെ കണ്ടവരൊക്കെ അഭിപ്രായം പറയുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.